ഹായ് മക്കളെ, AK ഫിസിക്സ് ആണ് എന്റെ സബ്ജക്ട്. നോക്കടാ, ഇന്ന് നമ്മൾ ചെറിയൊരു പ്രോബ്ലം ചെയ്യാൻ പോവാണ്. 4ാമത്തെ 5ാമത്തെ ചാപ്റ്ററിൽ നിങ്ങൾക്ക് ഏറ്റവും സിമ്പിളായ ഏരിയ ആണെങ്കിൽ കൂടി ആവർത്തനത്തിനുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങളുണ്ട്. അതായത് മാഗ്നിഫിക്കേഷന്റെ ചോദ്യം. നോക്കൂ, നമ്മുടെ ഫൂഫു സാറ് ഒരു എക്സ്പെരിമെന്റ് ചെയ്യാണ്. ഒരു കോൺകേവ് മിററുമായിട്ടാണ് അദ്ദേഹം പോയത്. ഞാൻ എന്നെ നിർബന്ധിച്ച് വിട്ടാണ് മൂപ്പരെ. എന്തായാലും ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചോളൂ. വെൻ ഫൂഫു experimented with a concave mirror and he tabulated the values of magnification, check if these values are correct. അതായത് അദ്ദേഹം ഒരു കോൺകേവ് ദർപ്പണം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ചില ദർപ്പണങ്ങളൊക്കെ ചില ഇമേജുകൾ രൂപീകരിച്ചു. അതിന്റെ മാഗ്നിഫിക്കേഷന്റെ വാല്യൂ ടാബ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. അത് ശരിയാണോ തെറ്റാണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. റെഡിയാണല്ലോ? കുറെ വിലകളുണ്ട്. -1, -2, +1, +2, -0.5, +0.4. ഇത്രയും വിലകൾ വരുമോ, ആ ഒരു മാഗ്നിഫിക്കേഷൻ ബന്ധപ്പെട്ടുകൊണ്ട് കോൺകേവ് മിററിൽ വരുമോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്താണ് ആവർധനം. ഒന്നുമില്ല, ജസ്റ്റ് പറഞ്ഞു പെട്ടെന്ന് പറയാണ്, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഒരു ദർപ്പണം എടുക്കുന്നു, നമ്മുടെ ന്യൂ കാർട്ടീഷ്യൻ ചിഹ്ന രീതി അല്ലെങ്കിൽ NCSC അല്ലെ, അത് വെച്ചിട്ട് ഇടത് ഭാഗത്ത് നെഗറ്റീവ് ആണെന്നും വലതു ഭാഗത്ത് പോസിറ്റീവ് ആണെന്നും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ മറ്റൊരു കാര്യം കൂടി പഠിച്ചു. എന്താണ്? മാഗ്നിഫിക്കേഷന്റെ വില പോസിറ്റീവ് ആണെങ്കിൽ ആ ഒരു ഇമേജ് എന്തായിരിക്കും? വിർച്വൽ ഇമേജ് ആയിരിക്കും. എന്ത് ഇമേജ് ആയിരിക്കും? വിർച്വൽ അല്ലെങ്കിൽ മിഥ്യയായിരിക്കും. ഇത് വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. അതേപോലെ തന്നെ മാഗ്നിഫിക്കേഷന്റെ വില നമുക്ക് നെഗറ്റീവ് ആണ് കിട്ടുന്നതെങ്കിലോ റിയൽ ഇമേജ് ആയിരിക്കും, അതായത് യഥാർത്ഥ പ്രതിബിംബം ആയിരിക്കും. ക്ലിയർ ആണോ? ഇനി ഒരു കാര്യം കൂടി പഠിക്കാനുണ്ട്. മാഗ്നിഫിക്കേഷന്റെ വില 1 ആണ് കിട്ടുന്നതെങ്കിലോ ഒരേ വലുപ്പമുള്ള പ്രതിബിംബമായിരിക്കും. അതായത് വസ്തുവിന്റെ ഉയരവും പ്രതിബിംബത്തിന്റെ ഉയരം എന്തായിരിക്കും? തുല്യമായിരിക്കും. ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റും ഹൈറ്റ് ഓഫ് ദ ഇമേജും ഈക്വൽ ആയിരിക്കും. അതേപോലെ തന്നെ എമ്മിന്റെ വില 1നേക്കാട്ടും വലുതാണെങ്കിലോ കിട്ടുന്നത് എൻലാർജ്ഡ് ഇമേജ് ആയിരിക്കും. വലിയ ഇമേജ് കിട്ടും. ശരിയല്ലടാ? അതായത് എം ഈ വായ തുറന്ന ഭാഗത്തുള്ള ആളാണ് കേട്ടോ വലുത്. സോ എം വലുതും 1 ചെറുതുമാണ്. അപ്പൊ 1നേക്കാട്ട് വലുതാണ് ആവർത്തനമെങ്കിലുള്ള കാര്യമാണ് പറയുന്നത്. അതേപോലെ തന്നെ എമ്മിന്റെ വില 1നേക്കാട്ടും ചെറുതാണെങ്കിലോ ഡിമിനിഷ്ഡ് ഇമേജ് ആയിരിക്കും. എന്തായിരിക്കും? ഡിമിനിഷ്ഡ് ആയിരിക്കും, അല്ലെങ്കിൽ ചെറിയ ഇമേജ് ആണ് കിട്ടുക. ഈ കാര്യം നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കേട്ടല്ലോ? ഓക്കെ ആണ്. നമുക്ക് ഈ പ്രോബ്ലത്തിലേക്ക് കടന്നാലോ? ചോദ്യത്തിലേക്ക് കടക്കാം. അതായത് അദ്ദേഹം ആദ്യം കിട്ടിയ ഇമേജിന്റെ ആവർത്തനം എത്രയാണ്? -1 ആണ് അല്ലെ. -1 എന്ന് പറഞ്ഞാൽ എന്താടാ? അത് ഇത്രയേ ഉള്ളൂ. ആവർത്തനമാണെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കി വെക്കുക, 2 ഭാഗങ്ങൾ ഉണ്ടായിരിക്കും. ഒന്ന് ഏതാണ്? ചിഹ്നം എന്താണ്? നെഗറ്റീവ് ആയതുകൊണ്ട് അത് എന്ത് പ്രതിബിംബമാണ്? ഒരു റിയൽ ഇമേജ് ആണ് അല്ലെ, യഥാർത്ഥ പ്രതിബിംബമാണ്. കൂടാതെ 1 ആയതുകൊണ്ട് എന്താണ്? സെയിം സൈസുള്ള ഒരേ വലുപ്പമുള്ള പ്രതിബിംബമാണ്. കിട്ടുമോ കോൺകേവില്? ആലോചിച്ച് നോക്കിയേ. കിട്ടും. കോൺകേവില് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. സീല് വെച്ചാൽ എവിടെ തന്നെ കിട്ടും? സീൽ തന്നെ കിട്ടും. ശരിയല്ലേ? സോ ഇത് കിട്ടും, ഈ വാല്യൂ കിട്ടും. ഫൂഫ് ചെയ്തത് കറക്റ്റ് ആണ്. ഫൂഫിന് ഒരു കൈയ്യടി കൊടുത്ത എല്ലാവരും കൊടുത്തോ? ഓക്കെ. ഇനി -2 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കടാ? നോക്കൂ, ആവർത്തനം 2 ഭാഗങ്ങളുണ്ട്. ഒന്നാമത്തെ എന്താണ്? നെഗറ്റീവ് ആണെങ്കിൽ എന്താണ്? റിയൽ അല്ലെ, യഥാർത്ഥ പ്രതിബിംബം. വാല്യൂ 2 ആണ് അല്ലെ. 2 ഇത് -2 എന്ന് പറയുമെങ്കിലും നമ്മൾ -2 എന്ന് വിളിക്കാൻ പാടില്ല. എന്താണ്? മൈനസും 2ഉമാണ്, അല്ലെങ്കിൽ -2 എന്ന് പറഞ്ഞാൽ മതി കേട്ടോ. സോ മൈനസ് ആയതുകൊണ്ട് റിയൽ ആണ്. 2 ആയതുകൊണ്ട് എന്തായിരിക്കും? എൻലാർജ്ഡ് ഇമേജ് ആയിരിക്കും. എന്തായിരിക്കും? എൻലാർജ്ഡ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു കോൺകേവ് ദർപ്പണത്തിൽ നമ്മൾ എവിടെ വെച്ചാൽ മതി? സിക്കും എഫിനും ഇടയിൽ വസ്തുവിനെ വെച്ച് നമുക്ക് എവിടെ കിട്ടും? അങ്ങ് സീന്റെ അപ്പുറത്ത് എന്ത് കിട്ടും? നമുക്ക് എൻലാർജ് ഇമേജ് കിട്ടും. അപ്പൊ ഈ ആൻസറും കറക്റ്റ് ആണ്. ഫൂഫിൻ 2ാമത്തെ കയ്യടി. യെസ്, കമോൺ, കൊടുത്തോ? ക്ലിയർ ആണല്ലോ? ഇനി +1 അദ്ദേഹത്തിന് കിട്ടിയ അടുത്ത വാല്യൂ +1. നോക്കൂ, പ്ലസ് ആണല്ലോ. പ്ലസ് ആണെങ്കിൽ എന്താ? അത് നിങ്ങൾ പറഞ്ഞോ. പ്ലസ് ആണെങ്കിൽ മിഥ്യയാണ് അല്ലെ. മിഥ്യ അല്ലെങ്കിൽ വിർച്വൽ ആണ്. ശരിയാണല്ലോ? ഓക്കെ, വിർച്വലും. ഇനി 1ന്റെ അർത്ഥം എന്താ? 1 ആണെങ്കിൽ സെയിം സൈസ് ആയിരിക്കും, ഒരേ വലിപ്പമായിരിക്കും. അപ്പൊ സെയിം സൈസ് ഉള്ള മിഥ്യാ പ്രതിബിംബം കോൺകേവ് ദർപ്പണം ഉണ്ടാക്കുന്നുണ്ടോ? ആലോചിച്ച് പറഞ്ഞേ. ഇല്ല, ഉണ്ടാക്കുന്നില്ലടാ. അപ്പൊ ഫൂഫ് തെറ്റിച്ചു. എനിക്കറിയായിരുന്നു ഫൂഫ് തെറ്റിക്കുന്നുള്ളത് ഉറപ്പാണ്. കാരണം
തലയിൽ വലിയ ആൾതാമസം ഇല്ലാത്ത ആളായതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. എന്നാലും ഫൂഫ് ട്രൈ ചെയ്തു അല്ലെ, 2 ശരിയാക്കിയിട്ടുണ്ട്, 1 തെറ്റിപ്പോയി, പാവം, വിട്ടേക്കാം, കുഴപ്പമാക്കണ്ട, നമുക്ക് പറഞ്ഞു കൊടുക്കാമല്ലോ. നിങ്ങൾ ഇനി പറഞ്ഞു കൊടുത്താൽ മതി അടുത്ത ലൈവ് ക്ലാസ് വരുമ്പോ കേട്ടോ, പറഞ്ഞു കൊടുക്കണേ. അടുത്ത എന്താണ്? +2 ആണ് കേട്ടോ. +2 പ്ലസ് ആയാൽ എന്താണ് പറഞ്ഞോ? സെയിം സിറ്റുവേഷൻ എന്താണ്? മിഥ്യയാണ് അല്ലെ, മിഥ്യയും അതായത് വിർച്വൽ ഇമേജ് ആണ്. 2 ആയതുകൊണ്ട് എന്താണ്? എൻലാർജ്ഡ് ഇമേജ് കിട്ടും. എന്ത് ഇമേജ് കിട്ടും? എൻലാർജ്ഡ് ഇമേജ് അല്ലെങ്കിൽ വലിയ പ്രതിബിംബമാണ് കിട്ടുന്നത്. അറിയാലോ, കിട്ടുവാടാ കോൺകേവില് മിഥ്യയും വലുതുമായ പ്രതിബിംബം, വിർച്വൽ ആൻഡ് എൻലാർജ്ഡ് കിട്ടൂടാ. എവിടെ വെച്ചാൽ കിട്ടൂടാ? നമ്മളൊരു കോൺകേവ് ദർപ്പണം എടുക്കുന്നു, എന്നിട്ടോ അതിന്റെ എഫിനും പിക്കും ഇടയിൽ വസ്തുവിനെ വെച്ചാൽ നമുക്ക് എവിടെ ഇമേജ് കിട്ടുന്നത്? നമുക്ക് കണ്ണാടിന്റെ ഉള്ളിലായിട്ട് വലിയ പ്രതിബിംബം കിട്ടും. സോ ഈ ആൻസർ കറക്റ്റ് ആണോ? ഫൂഫിന് അടുത്ത കൈയ്യടി കൊടുത്തോളൂ എല്ലാരും. സൂപ്പർ, കൈയ്യടി കൊടുത്തോ? ഓക്കെ അല്ലേ? ഇനി അടുത്ത ചോദ്യം അല്ല, അടുത്ത വാല്യൂ എന്താണ്? -0.5. കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട, മൈനസ് ആയതുകൊണ്ട് റിയൽ ആണ് അല്ലെ, റിയൽ ആണ്. 0.5 എന്ന് പറഞ്ഞാൽ 1-നേക്കാട്ട് ചെറുതാണ്. റിയലും ഡിമിനിഷ്ഡും അല്ലേ, യഥാർത്ഥവും ചെറുതും കിട്ടുമല്ലോ. ബിയോണ്ട് സിയിൽ വെച്ചാൽ മതി. എവിടെ കിട്ടും? സിക്കും എഫിനും ഇടയിൽ വരയ്ക്കണോ? ബിയോണ്ട് സി, ഇത് എഫ്, ഇത് സി, ഇവിടെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എവിടെ ഇമേജ് കിട്ടും? ഇവിടെ കിട്ടും, ചെറുതാ കിട്ടുക. അപ്പൊ ഇതും കിട്ടും. പ്രൂഫും എടുക്കാനാണ് അല്ലെ. അടുത്ത എന്താണ്? +0.5 ആണ്. പ്ലസ് ആയതുകൊണ്ട് എന്താടാ പറയൂ? വിർച്വൽ ആണ് കിട്ടേണ്ടത് അല്ലെ, വിർച്വൽ കിട്ടുന്നു. 0.5 ആയതുകൊണ്ട് സ്മോൾ ഇമേജ് ആണ് കിട്ടുക. ക്ലിയർ ആണോ? ഇത് കിട്ടുമോ? കിട്ടൂല ഫുഫോ, കിട്ടൂല, ഉറപ്പല്ലേ? കാരണം വിർച്വലും അതായത് മിഥ്യയും ചെറുതുമായ പ്രതിബിംബം ആരുണ്ടാക്കുന്നില്ല? നമ്മുടെ കോൺകേവ് ദർപ്പണം ഉണ്ടാക്കുന്നില്ല. ക്ലിയർ ആണോടാ? സോ ഇങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും കൺഫ്യൂഷൻ ആവാൻ പാടില്ല. ഇത് നേരെ എടുത്ത് എഴുതിയാൽ മതി. കേട്ടല്ലോ? ഓക്കെ ആണല്ലോ? സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പ് എന്ത് ചെയ്യണം? നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ തന്നെ ലൈക്ക് അടിക്കുക, അതേപോലെ കമന്റ് ചെയ്യുക, എല്ലാ കാര്യം ചെയ്യുക. കൂടാതെ ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ക്രിസ്മസ് എക്സാമിനേഷൻ ബന്ധപ്പെട്ടുകൊണ്ട് സൈലത്തിൽ എന്ത് നടക്കുന്നുണ്ട്? ലൈവ് ക്ലാസ് നടക്കുന്നുണ്ട്. കൂടെ നിൽക്കുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. സോ താങ്ക് യു ഓൾ. സീ യു നെക്സ്റ്റ് സെഷൻ. ബൈ.